സ്വന്തം വകുപ്പിൽ അഴിമതി നടന്നുവെന്നും അത് പുതിയ സർക്കാർ അന്വേഷിക്കണമെന്നുമുള്ള ഒരു മന്ത്രിയുടെ തുറന്നു പറച്ചിലാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത്. ആദിവാസി ഉന്നതികളിലെ വൈദ്യുതിവൽക്കരണത്തിൽ LDF ഭരണകാലത്ത് ക്രമക്കേട് നടന്നതായി സ്ഥിരീകരിക്കുകയാണ് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട് അട്ടപ്പാടിയിലെ വനത്തിനകത്തെ ആദിവാസി ഉന്നതികളിൽ സോളാർ വിൻഡ് ഹൈബ്രിഡ് സിസ്റ്റം സ്ഥാപിച്ചതിലാണ് അഴിമതി നടന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടിന്മേൽ പുതിയ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. മീഡിയ വൺ അന്വേഷണ പരമ്പര കള്ളി വെളിച്ചത്ത് ആരംഭിക്കുന്നു. സൈലന്റ് വാലി നാഷണൽ പാർക്കിനകത്തെ കൊടും വനത്തിനുള്ളിലെ കേലറ എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ സഞ്ചരിച്ച് വേണം താഴെ തുടിക്കിയിലെത്താൻ. വീണ്ടും കൊടും വനത്തിലൂടെ മുകളിലേക്ക് കയറിയാലാണ് മേലെ തുടിക്കിയും ഗലസിയും എത്തുക. ഇത്തരം വിദൂര ആദിവാസി ഉന്നതികളിൽ അനർട്ട് വഴി നടപ്പിലാക്കിയ വൈദ്യുതീകരണ പദ്ധതിയിലാണ് വലിയ അഴിമതി നടന്നത്. സോളാറും വിൻഡ്മില്ലും സംയോജിപ്പിച്ച പദ്ധതിയാണ് നടപ്പിലാക്കിയത്. കാറ്റിന്റെ ലഭ്യതയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം പോലും ഇല്ലാതെയാണ് വിൻഡ്മില്ല് സ്ഥാപിച്ചത്. വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ വെള്ളപ്പൻകണ്ടി എന്ന ആദിവാസി ഊരിലും ഇതേ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ ചിലവഴിച്ചതിന്റെ ഇരട്ടിയിലധികം പണമാണ് അട്ടപ്പാടിയിലെ ഓരോ വീടിനായും ചിലവഴിച്ചിരിക്കുന്നത്. ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് അന്നത്തെ വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടി തന്നെ തുറന്നു സമ്മതിക്കുന്നത്. അന്വേഷണിച്ചിട്ട് ക്രമക്കേടുണ്ട് എന്നുള്ള സൂചന കിട്ടി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ഈ ഗവൺമെൻറ്റാണ്. നമ്മളൊരു വിട്ടുവീഴ്ചയും ചെയ്യാണ്ട് അന്വേഷിക്കേണ്ട ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിലാലിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി തന്നെ ചുമതല അദ്ദേഹം തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. അതാണ് അന്വേഷണ റിപ്പോർട്ടിൽ അതൊരു അഴിമതി പോലെയാണ് കാണുന്നത്. 77 കൊല്ലം കഴിഞ്ഞിട്ടും ലൈറ്റേ കണ്ടിട്ടില്ല അവിടെ. അപ്പോൾ അവർക്ക് കൊടുക്കണം എന്നൊരു തീരുമാനം എടുത്തപ്പോൾ അത് വെച്ച് മുതലാക്കാൻ ചിലവർ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. വിൻഡ് സ്കീം എനർജി ടെക്നോളജീസ് എന്ന കമ്പനിക്കാണ് കുറുമ്പ ഊരുകളിലെ വൈദ്യുതിവൽക്കരണത്തിന്റെ കരാർ നൽകിയത്. കരാർ നൽകിയതിൽ നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ഊർജ്ജ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. LDFന്റെ ഭരണകാലത്ത് നടന്ന അഴിമതിയിൽ പുതിയ സർക്കാർ നടപടി സ്വീകരിക്കണം എന്നതാണ് മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെടുന്നത്. UDF സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അഴിമതി സംബന്ധിച്ച് വിജിലൻസിന്റെ അന്വേഷണം ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണാം. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്. സാജിദ് അജ്മൽ തന്നെ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുകയാണ്. സാജിദ്, ഇതിൽ ഏറ്റവും പ്രധാനം ഒരു മുൻ മന്ത്രി തന്നെ തന്റെ വകുപ്പിൽ ഇത്തരത്തിൽ ഒരു അഴിമതി നടന്നിരിക്കുന്നു, അതിന്റെ സൂചനകളുണ്ട് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുകൂടെ മനസ്സിലാവുന്നു. അങ്ങനെയാണെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഈ അഴിമതിക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? കൃത്യമായി ഏത് തരത്തിലുള്ള അഴിമതി അവിടെ നടന്നു എന്നാണ് മനസ്സിലാവുന്നത് സാജിദ്? ജിൽസി, അട്ടപ്പാടിയിലെ ഈ സൈലന്റ് വാലി വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന വിദൂര ആദിവാസി ഉന്നതികളിൽ ഈ വൈദ്യുതി എത്തിക്കാൻ അവിടെ KSEBിയുടെ ലൈനുകൾ എത്തില്ല. അത്രയും ഉൾക്കാട്ടിലാണ് ഈ കുറുമ്പ, അതായത് പ്രാക്തന ഗോത്രവിഭാഗമായ കുറുമ്പർ താമസിക്കുന്നത്. അവിടെയുള്ള താഴെ തുടിക്കി, മേലെ തുടിക്കി, ഗലസി ഉൾപ്പെടെയുള്ള ഊരുകളിലാണ് ഇത്തരം വൈദ്യുതീകരണം നടത്തിയത്. അത് സോളാറും അതോടൊപ്പം തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നടപ്പിലാക്കിയത്. ഒരു മികച്ച ആശയമായിരുന്നു. പക്ഷെ ഇതിന്റെ പേരിൽ വലിയ തട്ടിപ്പാണ് നടന്നത്. അതിൽ പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈ ഊർജ്ജ വകുപ്പ് ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിൽ ഈ നിരവധി കാര്യങ്ങൾ കണ്ടെത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിലെ വെള്ളപ്പൻകണ്ടി എന്ന ആദിവാസി ഊരിൽ
ഇതേ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അന്ന് ഒരു വീടിന് ഈ 2 ലക്ഷത്തിൽ താഴെയാണ് ചിലവായതെങ്കിൽ ഇവിടെ ചിലവായത് 5 ലക്ഷത്തിൽ കൂടുതൽ രൂപയാണ്. അതായത് ഒരു വീട്ടിൽ തന്നെ വീടിന്റെ പേരിൽ തന്നെ ഇത്ര ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നീട് ഈ താഴെ തുടിക്കയിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ വൈദ്യുതി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഗലസി മേലെ തുടിക്ക് ഉൾപ്പെടെയുള്ള ഊരുകളിൽ ഈ കാറ്റിന്റെ ഈ ലഭ്യതയുടെ ഒരു ശാസ്ത്രീയ പരിശോധന പോലും ഇല്ലാതെ ഇത് സ്ഥാപിക്കുന്നു. അതിൽ നിന്ന് കൃത്യമായി വൈദ്യുതി ലഭിക്കാത്ത പ്രശ്നങ്ങൾ നേരിടുന്നു. അതോടൊപ്പം തന്നെ ഈ ആദിവാസികളെ കൊണ്ടാണ് ഈ കരാർ കമ്പനി ഈ സാധനങ്ങളെല്ലാം തന്നെ മുകളിലേക്ക് എത്തിച്ചത്. അവർക്ക് കൃത്യമായി പണം നൽകാതിരിക്കുന്നു. ആദിവാസികളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതായത് ഇത് സ്ഥാപിക്കുന്ന സമയത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു തുടങ്ങി നിരവധി ക്രമക്കേടുകളാണ് നടന്നത്. ഇതിന്റെ അനർട്ട് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യത്തെ കരാർ അനർട്ടിന് അതിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നതുകൊണ്ട് റദ്ദാക്കേണ്ടി വന്നു. പിന്നീട് ഒരു കരാർ പിന്നീടാണ് ഒരു ടെൻഡർ വിളിക്കുകയും കരാർ ഈ നൽകുകയും ചെയ്തത്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻകുട്ടി ഇതിൽ അഴിമതി നടന്നിരിക്കുന്നു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഈ എത്രയോ സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വെളിച്ചമെന്തെന്ന് അറിയാത്ത ഈ പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾക്ക് വെളിച്ചമെത്തിക്കാനുള്ള പദ്ധതിയിലാണ് ഈ അഴിമതി നടത്തിയത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടെ ഞാൻ കൂടുതൽ കടക്കാം.